എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും പുതിയൊരു സ്വാഗതം. പ്ലസ് ടു സ്കൂൾ ട്രാൻസ്ഫർ 2025 ജൂൺ 15 വരെ വിദ്യാർത്ഥികൾക്ക് അപേക്ഷിക്കാം. ആർക്കൊക്കെ അപേക്ഷിക്കാം, എങ്ങനെ അപേക്ഷിക്കാം, വിദ്യാർത്ഥികളുടെ മുഴുവൻ സംശയങ്ങൾക്കുള്ള മറുപടിയാണ് ഈ ഒരു വീഡിയോയിൽ കൂടെ നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത്. വിശദമായ വാർത്തയിലേക്ക് പോകും മുമ്പായിട്ട് ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന വിദ്യാർത്ഥി ഉണ്ടെങ്കിൽ തീർച്ചയായും മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. സബ്സ്ക്രൈബ് ചെയ്തിട്ട് നോട്ടിഫിക്കേഷൻ ബെല്ലുകളുള്ള ഓപ്ഷൻ എനേബിൾ ചെയ്യുക. ചാനലിലെ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്കും കൂടി ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കാം. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ വാട്സപ്പ് ചാനലിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് നിങ്ങൾക്ക് വീഡിയോയ്ക്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും. അപ്പോൾ നമുക്കിതിൻ്റെ വളരെ പ്രധാനം അറിയിക്കുന്ന വാർത്തയിലേക്ക് തന്നെ കിടക്കാം. പ്ലസ് ടു സ്കൂൾ ട്രാൻസ്ഫർ 2025 ജൂൺ 15 വരെയാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. ഞാൻ ഏറ്റവും ആദ്യം വീഡിയോ ചെയ്യുന്നതിനെക്കുറിച്ച് എന്താണ്, നിങ്ങളുടെ മാർച്ച് മാസത്തിൽ പരീക്ഷ നടക്കുന്നതിനൊക്കെ ടൈമിലാണ് ഞാൻ ആദ്യം എന്ത് ചെയ്യുന്നത്, ഈ ട്രാൻസ്ഫറിനെ കുറിച്ച് വീഡിയോ ചെയ്യുന്നത്. അന്നേരം മുതൽ വിദ്യാർത്ഥികൾക്ക് അപേക്ഷിക്കാം. ആർക്കൊക്കെ അപേക്ഷിക്കാമെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ നിലവിൽ പ്ലസ് ടു പഠിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും തന്നെ ട്രാൻസ്ഫറിനായിട്ട് അപേക്ഷിക്കാം. പക്ഷേ പ്രിയ വിദ്യാർത്ഥികൾ, ഒരു കാര്യം മാത്രമേ ശ്രദ്ധിക്കേണ്ടത് ആവശ്യമുള്ളൂ. നിങ്ങൾക്ക് കോമ്പിനേഷൻ മാറാൻ പറ്റിയല്ല. ചുരുക്കി പറഞ്ഞാൽ കോമ്പിനേഷൻ മാറാൻ സാധിക്കില്ല, സെക്കൻഡ് ലാംഗ്വേജ് മാറാൻ സാധിക്കില്ല എന്നിങ്ങനെയുള്ള പല കാര്യങ്ങളും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. ചുരുക്കി പറഞ്ഞാൽ ഹ്യൂമാനിറ്റീസിൻ്റെ ഒരു കോമ്പിനേഷൻ സബ്ജക്റ്റാണ് ജിയോളജി എന്ന വിഷയം. ആ ജിയോളജി കോമ്പിനേഷൻ പഠിക്കുന്ന വിദ്യാർത്ഥിക്ക് ഹ്യൂമാനിറ്റീസ് ജിയോളജി കോമ്പിനേഷനുള്ള മറ്റൊരു സ്കൂളിലേക്ക് ട്രാൻസ്ഫറിനായി മാറാം. അത് ഹ്യൂമാനിറ്റീസിൽ ജിയോളജി കോമ്പിനേഷൻ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിക്ക് മറ്റൊരു സ്കൂളിലെ ഹ്യൂമാനിറ്റീസ് ജിയോളജി കോമ്പിനേഷനിലേക്ക് മാറ്റത്തിനായി അപേക്ഷിക്കാം. ഇങ്ങനെയാണ് പ്രിയ വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത്. അല്ലാതെ ഇപ്പോൾ പ്രിയ വിദ്യാർത്ഥികൾക്ക് ഒരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ. ഇപ്പോൾ സയൻസിൽ നിന്നും കൊമേഴ്സിലേക്ക്, അല്ലെങ്കിൽ കൊമേഴ്സിൽ നിന്ന് സയൻസ്, അല്ലെങ്കിൽ ഹ്യൂമാനിറ്റീസിലേക്ക്, അങ്ങനെ എന്ത് ചെയ്യില്ല, ഒരു വിദ്യാർത്ഥിയെ മാറ്റം അനുവദിക്കില്ല. നിങ്ങൾ ഏത് കോഴ്സ് എടുത്തോ, ചുരുക്കി പറഞ്ഞാൽ നിങ്ങൾ ഫസ്റ്റ് ഇയർ പഠിച്ച 6 വിഷയവും തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, സെക്കൻഡ് ഇയറിലും പഠിക്കണം. ഇപ്പം ഞാൻ പറഞ്ഞാൽ ഹ്യൂമാനിറ്റീസ് കോമ്പിനേഷൻ ജിയോളജി ഉള്ള ഒരു സ്കൂളിലെ വിദ്യാർത്ഥിക്ക് മറ്റൊരു സ്കൂളിൽ ജിയോളജി കോമ്പിനേഷനിലുള്ള ഹ്യൂമാനിറ്റീസിലേക്ക് മാത്രമേ ട്രാൻസ്ഫർ അനുവദിക്കുള്ളൂ. ഇപ്പോൾ ആ വിദ്യാർത്ഥി പഠിക്കുന്ന ആ സ്കൂളിൽ ഹ്യൂമാനിറ്റീസ് കോമ്പിനേഷൻ ജിയോളജിയാണ്, മറ്റൊരു സ്കൂളിൽ ജിയോളജിക്ക് സോഷ്യോളജിയോ ജോഗ്രാഫിയോ ആണ് കോമ്പിനേഷൻ. അപ്പോൾ കോമ്പിനേഷൻ സബ്ജക്റ്റ് മാറ്റമുണ്ട്. അങ്ങനെ വരുമ്പോൾ ട്രാൻസ്ഫർ പോകാൻ സാധിക്കില്ല. അത് വിദ്യാർത്ഥി എന്താണ്, ഫസ്റ്റ് ഇയർ പഠിക്കുന്നത് സ്കൂളിൽ ജിയോളജി കോമ്പിനേഷനാണുള്ളത്, സെക്കൻഡ് ഇയറിൽ എത്തുമ്പോൾ വേറെ സ്കൂളിൽ അവിടെ ജിയോളജിക്ക് പകരം സോഷ്യോളജി മറ്റു കാര്യങ്ങളൊക്കെയാണുള്ളത്. അങ്ങനെ പോകാൻ സാധിക്കില്ല. ഇങ്ങനെ നേരം റോങ് ആയി പോകും. അപ്പോൾ ഹ്യൂമാനിറ്റീസിൽ നിന്നും ജിയോളജി കോമ്പിനേഷനിൽ നിന്നും ഹ്യൂമാനിറ്റീസിൽ വീണ്ടും ജിയോളജി കോമ്പിനേഷനിലേക്ക് മാത്രമേ ട്രാൻസ്ഫർ അനുവദിക്കപ്പെടുന്നുള്ളൂ. എന്തായാലും പ്രിയ വിദ്യാർത്ഥികൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കോമ്പിനേഷനോട് കൂടിയ മാറ്റം മാത്രമേ അനുവദിക്കുള്ളൂ. നിലവിൽ ഇപ്പോൾ പ്ലസ് ടു, ഇപ്പം നിങ്ങളിപ്പോൾ പ്ലസ് 1 പരീക്ഷയൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ പ്ലസ് ടുവിലേക്ക് കയറാൻ പോകുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും ട്രാൻസ്ഫറിനായി ആപ്ലിക്കേഷൻ അയക്കാം. എങ്ങനെ അപേക്ഷിക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ പോകാൻ ആഗ്രഹിക്കുന്ന സ്കൂളിൽ, കോഴ്സിൽ, നിങ്ങൾ പോകാൻ ആഗ്രഹിക്കുന്ന കോഴ്സിൽ വേക്കൻസി ഉണ്ടോ എന്ന് ആദ്യം പരിശോധിക്കണം. വേക്കൻസി ഉണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ സ്കൂളിലെ പ്രിൻസിപ്പാൾക്ക് ഒരു അപേക്ഷ എഴുതി കൊടുക്കണം. സാർ, ഞാൻ ഇന്ന സ്കൂളിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നു, അവിടെ ഇവിടുത്തെ അതേ കോഴ്സുകളുണ്ട്, അവിടെ ഒരു വേക്കൻസി ഉണ്ട്, അപ്പോൾ ആ വേക്കൻസിയിലേക്ക് ഞാൻ ട്രാൻസ്ഫറിന് ആഗ്രഹിക്കുന്നു. അങ്ങനെ വരുമ്പോൾ നിങ്ങളുടെ സ്കൂളിലെ പ്രിൻസിപ്പാൾ, നിങ്ങൾ അപേക്ഷ കൊടുത്ത സ്കൂളിലെ പ്രിൻസിപ്പൾക്ക് നിങ്ങളുടെ അപേക്ഷ കൈമാറുകയും തുടർ നടപടികൾ ചെയ്യുന്നതായിരിക്കും. എന്തായാലും ജൂൺ 15 ലാസ്റ്റ് ഡേറ്റ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മൈ നെയിം ഈസ് കൃത, ഫൗണ്ടർ ഓഫ് സ്ക്രൈബ് ഫോർ ദ കരിയർ. താങ്ക് ഫോർ വാച്ചിങ്. ബൈ.